ഉള്ളവനായിരിക്കും. ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ത്രികാലങ്ങളും അറിയാൻ കഴിയുന്നവനായിരിക്കണം. ഒരാൾ തൻ്റെ അടുത്ത് ശിഷ്യത്വം സ്വീകരിക്കാൻ വന്നാൽ അവൻ എന്താണ്, എന്തായിരുന്നു, എന്തായി തീരുമെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയണം. ഇവിടെ ഇരുന്നുകൊണ്ട് തൻ്റെ ശിഷ്യൻ ഏത് ലോകത്ത് പോയാലും ഇവിടെ ഇരുന്നുകൊണ്ട് അവനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം ഒരു ഗുരുവിന്. അല്ലാതെ മന്ത്രവും പറഞ്ഞു കൊടുത്തിട്ട് നീ പൊക്കോടാ, പോയി എവിടെയെങ്കിലും പോയി ഇതായിക്കോന്ന് പറഞ്ഞു വിട്ടാൽ പോരാ. അവിടെ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയണം ഒരു ഗുരുവിന്. അപ്പോഴാണ് ഗുരുവാകുക. തൻ്റെ ശിഷ്യൻ ഒരിക്കലും അധപ്പതിച്ച് പോവാതിരിക്കാൻ ഏത് നാട്ടിലിരുന്നാലും ആ ശിഷ്യന്റെ മേലെ എപ്പോഴും ഗുരുവിനൊരു ശ്രദ്ധയുണ്ടാവും. അത്രമാത്രം കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ശിഷ്യനെ വിടാൻ കഴിയുന്നവനായിരിക്കണം ഗുരു. സർവവിധമായ അജ്ഞാനങ്ങളെയും തീർക്കാൻ കഴിയുന്നവൻ. അതുകൊണ്ട് അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശ്വലാകയ ചക്ഷുരുന്മീലിതം യന, കണ്ണു തുറപ്പിക്കാൻ കഴിയുന്ന അന്ധതയിൽ നിന്നുള്ള അവനെ പ്രകാശത്തിലേക്ക് നയിക്കാൻ കഴിയുന്നവനായിരിക്കണം ഗുരു. അല്ലാതെ ചെവിയിലൊരു മന്ത്രം കുറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രം ഗുരുവാവില്ല. മനസ്സിലാവണുണ്ടോ പറയണേ? അതുകൊണ്ട് അങ്ങനെ ഒന്നും പോയി കമന്ന് വീഴ. ഇനി അങ്ങനെ വീണ് വല്ലതൊക്കെ കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ വീണു എന്നിട്ടുള്ളത് എനിക്ക് എഴുതി തന്നേര്. ആർക്കെങ്കിലും കൊടുത്താൽ മതി. എനിക്ക് ഞാനൊരു പാവമല്ലേ, എനിക്കറിയാം. മനസ്സിലാവണുണ്ടോ പറയണേ? ഈ കൂടുതലും ചെന്ന് വീഴണത് ഈ അമ്മമാരാണേ. അതിലാണ് ഏറ്റവും വലിയ കാര്യം. ആരെങ്കിലും ഏതുവഴിയാലും ഒന്ന് പോകുമ്പോൾ അയ്യോ കണ്ടില്ലേ താടി മുടിയൊക്കെ ഉള്ളതുകൊണ്ട് സ്വാമിക്ക് ഭയങ്കര ജ്ഞാനാണ്, പിന്നെ 4 മാലയുണ്ട്, അപ്പൊ സിദ്ധനും കൂടാ മതിയല്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, കമ്മിറ്റിക്കാർ തരുന്ന പിന്നെ ദക്ഷിണയുടെ ഒരു 4 ഇരട്ടി 7 ദിവസം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പോകാം ഒരു നാട്ടിൽ നിന്ന്. ഞാൻ വിചാരിച്ച ക്യൂ നിൽക്കും എന്നെ കാണാൻ. എനിക്കറിയാം. ഒന്നും വേണ്ട, ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു നാട്ടിലെ ഒരാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഞാൻ അങ്ങോട്ടങ്ങ് പോയാൽ മതി. 1 മിനിറ്റ് നേരം ഒരാളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയിട്ട്, പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ത്രീകളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയിട്ട് എന്ന് വെച്ചിട്ട് ഞാൻ പോകാമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. പറയുന്ന 10 കാര്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ മതി, എൻ്റെ കാര്യം ഓക്കെ. എത്ര രൂപ ഉണ്ടാക്കാന്നറിയാം? അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, സർവ്വ തരികടയും കയ്യിലുണ്ട്, പക്ഷെ ഒന്നും ഇറക്കാത്തതാ. കാരണം അങ്ങനെ ഒക്കെ ഒരുപാട് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഭാഗവതത്തെ മാറ്റി വെക്കേണ്ടി വരും. പലരും പറയണ്ട സ്വാമി ജ്യോതിഷവും കൂടെ പഠിക്കണം. ഒന്നാമത് നീ ഇത്രയും പ്രായമൊക്കെ ആയി കളവനായി, നീ ഇപ്പോൾ ജ്യോതിഷം പഠിച്ചാൽ തലേ കയറത്തിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അന്നേരം എന്ത് ചെയ്യും? എങ്ങനെങ്കിലും കാശുണ്ടാക്കണം എന്നൊരു ചിന്ത ഉണ്ടാവും. അപ്പൊ ഭാഗവതത്തെ എന്ത് ചെയ്യും? ഒരു സൈഡിലോട്ട് മാറ്റി വെക്കും, ജ്യോതിഷം പറയാനിരിക്കും സപ്താഹത്തിന് പോയാൽ. അങ്ങനെ ഭാഗവതത്തെ മറന്നുകൊണ്ട് ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ മാറ്റി വെച്ചിരിക്കണം. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാനാണല്ലേ ഭഗവതിയാണെന്നുള്ള ബോധം ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റില്ല. അതില്ലാത്തവർക്ക് എന്തും കാണിക്കാം, പക്ഷെ എനിക്കത് പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ പറയണേ? അതുകൊണ്ട് ഗുരു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എൻ്റെ ഗുരുവാന്നൊക്കെ പറയുമ്പോൾ ആ ഗുരുത്വം ആ പറയുന്ന ഗുരുവിനുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം. എല്ലാവരും ഒന്നും ഗുരുവാവില്ല. പറഞ്ഞു നടക്കാൻ ഗുരുവാന്ന് കൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒക്കെ കേട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലേ നിങ്ങൾക്ക് കൊള്ളാം. അപ്പൊ ഇനി ഇവിടെ ഒരു ചെറിയ കഥാവൃത്തം. എന്താണ്? തുളസി എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട് ഇല്ലേ? തുളസി. അതെങ്ങനെയാ അതുണ്ടായി എന്നാണ് പറയണത്. ഒരിക്കല് ഈ വിഷ്ണുവിന്റെ ഭാര്യമാരായിരുന്നു അത്രേ ഈ ഗംഗയും സരസ്വതിയും ലക്ഷ്മി, 3 ഭാര്യമാർ. 3 പേരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഒരു ദിവസം എന്ത് പറ്റി?
ഈ ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, പെണ്ണുങ്ങളെ തമ്മിൽ തല്ലിക്കാൻ മിടുക്കല. എന്താ, ഈ 3 എണ്ണം ഇരിക്കുമ്പോൾ ഏതിനെങ്കിലും ഒരെണ്ണത്തിനൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. അപ്പൊ എന്ത് തോന്നും മറ്റവർക്ക്? അങ്ങേർക്ക് അവളോട് എന്തോ ഉണ്ടെന്ന് തോന്നും. അവസാനം കുശുമ്പ് കുത്തി തമ്മിൽ തല്ലും. അങ്ങനെ എന്തു ചെയ്തു? ഒരു ദിവസം ഈ സരസ്വതിയും ഗംഗയും കൂടി ലക്ഷ്മിയും കൂടി ഇരിക്കുന്ന സമയത്ത് നാരായണനും ഇതുപോലൊന്ന് നോക്കിയതാണ്. പാവം ലക്ഷ്മിയാണ്, ശുദ്ധയാണ്, സാത്വിക സ്വഭാവമാണ്. ഭഗവതി ആരോടും അങ്ങനെ വഴക്കുണ്ടാക്കാൻ പോകുന്നവളല്ല. ഗംഗയെ ഒന്ന് സൂക്ഷിച്ചു നോക്കണ്ടപ്പോ സരസ്വതിക്ക് അത്ര പിടിച്ചില്ല. ഉടനെ സരസ്വതി പറഞ്ഞു, നീ അങ്ങേരെ പറഞ്ഞു മയക്ക് നിന്റെ വശത്താക്കി വെച്ചിരിക്കുന്നുണ്ടോ അങ്ങേർക്ക് ഇച്ചിരി നിന്നോടൊരു സ്നേഹവും നിന്നോട് ഇച്ചിരി സല്ലാപവും കൂടുതൽ, അതുകൊണ്ട് അടിയുന്നു. പെണ്ണല്ലേ, സഹിക്കുവോ? അല്ലേ? ഒന്നും വേണ്ട, കൂടെ വരുന്ന ഭർത്താവ് ഏതെങ്കിലും ഒരു പെണ്ണിനെ നോക്കിയിട്ട് എന്ത് സുന്ദരി അടി കാണാമെന്ന് പറയട്ടെ. പിന്നെ അങ്ങേർക്ക് വെള്ളം കൊടുക്കുമോ ജീവിതത്തിൽ? അവിടെ നിന്ന് മേടിച്ച് പിടിച്ചോളാൻ പറയും, ഇല്ലേ? അവസാനം എന്തായി? 2 പേരും കൂടെ ഭയങ്കര വഴക്കായി. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശാപം കൊടുക്കും. പാവം ലക്ഷ്മി ദേവി എന്ത് ചെയ്തു? വഴക്കുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് 2 പേരെയും കൂടെ തടുത്ത് നിർത്തിയതാണ്. വഴക്കുണ്ടാക്കാതിരിക്കുക, 2 പേരെയും പറഞ്ഞ് ഒന്ന് ചെയ്യാൻ വേണ്ടി പോയാ. അപ്പ കൊടുത്തു ശാപം, നീ ഒരു വൃക്ഷമായി പോകട്ടെ. ഇതാ പണ്ടുള്ളവർ പറയുന്നത്, വേണ്ടാത്തടത്ത് കൊണ്ട് തല വെക്കരുത്. ഈ ചില വീട്ടിലെ അമ്മായിയമ്മയും മരുമക്കളും തമ്മിൽ അടി ഉണ്ടാക്കൂലേ? അല്ലേ? ഇങ്ങനെയില്ലേ? ഇവിടെങ്ങും ഇല്ല, ഇവിടെ അങ്ങനെയുള്ള കുഴപ്പമില്ല, ഞങ്ങളുടെ അവിടൊക്കെ ഉണ്ട്. അപ്പൊ ചില ചെറുക്കന്മാരെന്ത് ചെയ്യും? അപ്പഴേ ഇറങ്ങിയൊരു പോക്കം പോകും. എന്താ കാരണം? 2 കൂടെ അടിച്ചു തീർന്നോട്ടെ. എന്താ തല വെച്ചാൽ കുഴപ്പം? ആരുടെ അടുത്ത് തല വെക്കും? അമ്മയുടെ അടുത്ത് തല വെക്കുമോ പെണ്ണുമ്പളെ അടുത്ത് തല വെക്കുമോ? എവിടെ തല വെക്കും? എവിടെ വെച്ചാലും തടിക്ക് കേടാ, ഇല്ലേ? ഭാര്യയ്ക്ക് സപ്പോർട്ട് ചെയ്താൽ അമ്മ എടുത്തിട്ട് കാണിക്കും, അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്താൽ ഭാര്യ എടുത്തിട്ട്. അപ്പൊ 2 കൂടെ ചെയ്യാൻ ഇറങ്ങിയെന്ന് പോയേക്കാം. അങ്ങനെ വേണ്ട. ഇവിടെ പാവം ലക്ഷ്മി ദേവി വഴക്കുണ്ടാക്കരുത്, ശണ്ട നല്ലതല്ല എന്ന് പറയാൻ വേണ്ടി ചെന്ന സരസ്വതി എന്ത് ചെയ്ത് ഒരു ശാപം കൊടുത്തു, നീ വൃക്ഷമായി പോകട്ടെ. ഭഗവതി എന്ത് ചെയ്തു? ഭഗവാനാണ് ആശ്രയം. എപ്പോഴും ഭഗവാനെ ആശ്രയിച്ച് എന്താ പറയാ പറയും, മറ്റുള്ള ഭാര്യമാരെക്കാളൊക്കെ ഭഗവാന് പ്രിയൻ ലക്ഷ്മിയോടാ. എന്താ കാരണം? ആ സാത്വികമായിരിക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചോണം ഈ ഭാര്യമാരൊക്കെ കേട്ടോ. ഒരു ഭർത്താവിന് എപ്പോഴും ഇഷ്ടമുള്ള ഭാര്യ എന്നറിയാമോ? അമിതമായി സംസാരിക്കാത്തവളെ ഇഷ്ടം. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ഈ സംസാരം വളരെ എന്നും പറഞ്ഞ് മിണ്ടാതിരിക്കണം എന്നല്ല അതിനർത്ഥം. എപ്പോഴും ചെന്ന് മാണ്ടരുത്. ഈ ഒരു കാര്യം പറഞ്ഞാല് പിന്നെ അത് ചെയ്തില്ലേ തുരുത്തുരെ അത് തന്നെ ചെന്ന് പറഞ്ഞ് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യരുത്. എവിടെങ്കിലും പോയിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോഴേ തുടങ്ങരുത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതൊക്കെ എന്ത് ചെയ്യും? ഭർത്താവിനെ സംബന്ധിച്ച് ഒരു ഇറിറ്റേഷനാണ്. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഭർത്താക്കന്മാരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞപ്പെടാം. നമ്മളൊരു വഴിക്ക് പോയിട്ട് ഇങ്ങോട്ട് കയറി ചെല്ലുമ്പം ഉടനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യും അകപ്പാടെ അസ്വസ്ഥമാണ്. കൊണ്ട് അമിതമായ സംസാരം കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് 2 കാര്യം. ഒന്ന്, സ്വസ്ഥമായ ജീവിതത്തിന് അതാ നല്ലത്. അമിതമായ സംസാരം ഒഴിവാക്കുന്നതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കുക. പിടികിട്ടിയോ? രണ്ടാമത്, നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ ആരോട് പറയാൻ നിൽക്കരുത്. ഭർത്താവിനോട് പറയാൻ നിൽക്കരുത്. അപ്പുറത്തെ ഗോമതി ഉണ്ടല്ലോ, അവളെ അങ്ങോട്ട് പോയപ്പോഴേ ഒന്നും പറയരുത്. അതൊന്നും ഭർത്താക്കന്മാർക്ക് അറിയേണ്ട കാര്യമില്ല. അത് നമ്മുടെ ആ സ്വഭാവ വൈകൃതത്തെയാണ് കാണിക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ ആവോ?
എന്താ നമ്മുടെ സ്വഭാവമായിരുന്നു? നാട്ടുകാരുടെ മുഴുവൻ രഹസ്യം പിടിച്ചേച്ച് പുറകെ കൂടെ പരത്തി നടക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഭർത്താക്കന്മാരോട് ചെന്ന് അവരുടെ വീട്ടിലെ അങ്ങനെ നടന്നു, ഇവരുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം പറയുക. ഇങ്ങനെയൊക്കെയാണോ? അങ്ങനതൊക്കെ ആകാവൂ. എന്തായാലും ഇവിടെ ലക്ഷ്മി ദേവി വേഗം തന്നെ ചെന്ന് ഭഗവാനെ ശരണം പ്രാപിച്ചു പറഞ്ഞു, ഭഗവാനെ, ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ ശപിച്ചത്? അവര് വഴക്കുണ്ടാക്കരുത്, അവരെ സമാധാനിപ്പിക്കാൻ ചെന്നവളല്ലേ ഞാൻ, അപ്പൊ എന്നെ ഇങ്ങനെ ശപിക്കാമോ എന്ന് പറഞ്ഞു. വിഷമിക്കണ്ട, നീ എന്ത് ചെയ്യാ? ധർമ്മധ്വജ രാജാവിന്റെ ഗൃഹത്തിൽ ചെന്നിട്ട് അവിടെ തുളസിയായിട്ട് വളർന്നോളാൻ പറഞ്ഞു, വൃക്ഷമായിട്ട്. എന്നിട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് നീ തുളസി എന്ന രീതിയിൽ തന്നെ മനുഷ്യ സ്ത്രീയായിട്ട് പിറക്കും. നിന്നെ ചന്ദ്രചൂടൻ എന്ന് പറയുന്ന അല്ലേ, ശംഖചൂടൻ എന്ന് പറയുന്ന രാജാവ് വിവാഹം കഴിക്കും. അതിനുശേഷം അവിടെ നിന്നും നീ മാറി പിന്നെയോ പത്മാവതി എന്ന പേരുള്ള ഒരു നദിയായി അവതരിക്കും. അത് കഴിയുമ്പോൾ നീ എന്നെ തന്നെ വന്നു ചേരുന്ന. ഈ ചില ശാപങ്ങൾ തീരാൻ ജന്മങ്ങൾ കറങ്ങേണ്ടി വരും. നമ്മൾ പറയാറില്ലേ, സ്വാമി എന്തെല്ലാം ചെയ്തിട്ട് പോകാം, ദോഷത്തിനൊരു പരിഹാരമാവില്ല. എന്താ കാര്യം? അതുപോലെയുള്ള ദോഷവശങ്ങൾ പൂർവാർജന്മാർജിതമായി സ്വാംശീകരിച്ച് വെച്ചിരിക്കുന്നതായിരിക്കുന്ന ദുരിതങ്ങളെ അത്ര പെട്ടെന്നൊന്നും ഒഴിവാക്കി കളയാൻ പറ്റില്ല. എത്ര വഴിപാട് നടത്തിയാലും ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതുകൊണ്ട് ആ ചില കാര്യങ്ങൾ നമ്മൾ എത്ര വഴിപാട് നടത്തിയാലും അതിനൊരു പരിസമാപ്തി കുറിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശുഭഫലം കാണാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. അപ്പൊ അതിങ്ങനെ മറിഞ്ഞു പോവേണ്ടി വരും ചിലപ്പോൾ ചില ജന്മങ്ങൾ. ആ ജന്മജന്മാന്തരങ്ങൾ കൊണ്ട് തീരേണ്ട ദോഷങ്ങൾ ഉണ്ടാവും. പൂർവജന്മാർജിതമായിട്ട് ആർജിച്ചു വെച്ചിരിക്കുന്ന ദോഷഫലങ്ങൾ ജന്മജന്മാന്തരം കൊണ്ട് തീരേണ്ടതുണ്ടാവും. ഉറങ്ങുവാന്നോ ആവോ? ഉറങ്ങുവാന്നോ? എന്തായി? എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. അതുകൊണ്ട് നിനക്ക് വേറൊരു ഗുണവും കൂടെ ഉണ്ട്. എന്താണ്? നീ തുളസിയായിട്ട് വന്നാൽ, ചെടിയായിട്ട് വന്നാൽ, വൃക്ഷമായിട്ട് വന്നാൽ നീ ആയിരിക്കും പൂജകളിൽ ഏറ്റവും ശ്രേഷ്ഠതമമായിരിക്കുന്ന ദളം. തുളസിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. എത്ര പൂജ വേണമെങ്കിലും ഒരു തുളസി ഇല കൊണ്ട് ചെയ്യാം. ഉദാഹരണം, ഒരു പൂജ കഴിഞ്ഞു, വേറെ തുളസിയില ഇല്ലാന്ന് വിചാരിക്കാം, ആ തുളസിയില പിറകി കഴുകി അടുത്ത പൂജയ്ക്ക് വയ്ക്കാം. അങ്ങനെ 10 പൂജ വരെ ഏതാണ്ട് ചെയ്യാമെന്നാണ്. ഒരേ തുളസിയില ഉണ്ട്. അത് തുളസീദളത്തിന് മാത്രമേ ഉള്ളൂ ആ മഹാത്മ്യം. തുളസീദളം ഇല്ലാത്ത ഒരു പൂജയും ഒരു ഈശ്വരനും സ്വീകരിക്കില്ല. ഗണപതിക്കൊഴികെ ബാക്കി എല്ലാവർക്കും തുളസീല വേണമെന്നറിയാം. ഒരു തുളസീദളമെങ്കിലും ആ പൂജയ്ക്കകത്തുണ്ടാവണം, അല്ലെ ആ പൂജ ദേവന്മാർ സ്വീകരിക്കില്ല എന്ന് പറയും. ഇനിയും തുളസി കിട്ടാനില്ല എന്ന് വിചാരിക്കാം. തുളസി കിട്ടാനില്ലെങ്കിൽ തുളസിയുടെ കമ്പുണ്ടെങ്കിൽ, ജലം കിട്ടാനെങ്കിൽ അതിന്റെ ഒരു കമ്പാണെങ്കിലും മതി, ഉണങ്ങിയതാണെങ്കിലും മതി, ഒരു കമ്പ് മതി. നീ കമ്പ് കിട്ടാനില്ല, മൂട് മാത്രമേ ഉള്ളൂ, അതിന്റെ വേര് മതി. ഇനി അതും കിട്ടാനില്ലെങ്കിൽ ആ തുളസി നിന്നിടത്തെ മണ്ണ് ഉപയോഗിച്ചും പൂജ ചെയ്യാം. അത്രയ്ക്ക് ശ്രേഷ്ഠതയാണ് തുളസി. അതുകൊണ്ട് ആ തുളസി അരിയരുതേ, ഏകാദശിക്കൊട്ടും അരിയരുത്. എന്താ മനസ്സിലായി? തുളസി അരിയരുത്, ഏകാദശിക്കൊട്ടും അരിയരുത്. എന്താ പറ്റി? എന്തോ പ്രശ്നം? ശരീരം കുഴയുന്നോ? ഷുഗർ വല്ലതും ഉണ്ടോ? ചൂട് കൊണ്ടായിരുന്നു. ആ മാവിന്റെ ചുവട്ടിലോട്ട് കൊണ്ട് പതുക്കെ പിടിച്ചെടുത്ത് പിടിക്കണോ?
ഇച്ചിരി വെള്ളം കൂടെ കൂടെ. എടുത്താ ആ മാവിന്റെ ചുവട്ടിലോട്ട് ഇരുത്തു ചെല്ലേ. എന്നിട്ട് അവിടെ ഇച്ചിരി വെള്ളം കൊടുക്കണം. ആ നമ്മുടെ മറ്റേ പറഞ്ഞു ഒരു സെക്കൻഡേ. ആ ഞാൻ ഇപ്പം തിരിച്ചു വിളിക്കാം. എന്താ പറ്റിയത്?